ഇത് പുതിയ വ്ലോഗാണ്. പക്ഷെ എൻ്റെ ലാസ്റ്റ് വ്ലോഗിൻ്റെ ലാസ്റ്റിലും നിങ്ങൾ ഇതേ ഡ്രസ്സായിരിക്കും എന്നെ കണ്ടിട്ടുണ്ടാവാം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വ്ലോഗിൻ്റെ ലാസ്റ്റ് ഞാൻ ഇന്ന് രാവിലെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഇന്ന് ഡേറ്റ് 8-ാം തീയതിയാണ്, ശനിയാഴ്ച. നമ്മൾ ആദ്യം കുറേ നമ്മൾ പൊന്മുടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. പക്ഷെ പൊന്മുടി അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം പൊന്മുടിയിൽ ലാൻഡ് സ്ലൈഡ് ആയിട്ട് റോഡ് ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പം നമ്മൾ പൊന്മുടി ക്യാൻസൽ ചെയ്തു. പിന്നെ എന്തെങ്കിലും വേറെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു നമ്മൾ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി താമസിച്ചിട്ട് നമ്മളെ പ്രോപ്പർട്ടി ഒന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനോ പറ്റിയില്ലെങ്കിൽ നഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒന്നും വേണ്ട, നമ്മൾ കുറേ സമയം നമുക്ക് പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം. ഒരു സ്റ്റേക്കേഷൻ അല്ലേ നമ്മൾ വന്നിരിക്കണേ. അങ്ങനെ രാവിലെ നമ്മൾ അടുക്കള മൊത്തം കൊളാക്കി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി, ബ്രെഡ് ടോസ്റ്റും അതുപോലെ തന്നെ ഫ്രഞ്ച് ടോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. വളരെ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും തക്കാളി മുറുക്ക്, ഇവിടെ എല്ലാവർക്കും തക്കാളി നുറുക്ക്, അതുപോലെ തന്നെ നമ്മുടെ കപ്പ ചിപ്സ്, പച്ചക്കളർ നുറുക്ക്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ 2-3 സെറ്റായിട്ട് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുർക്കുറെ, ലേസ്, ബ്രെഡ്, ബന്ന്, മുട്ട എല്ലാം ഇന്നലെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇതുപോലെ ഇവിടെ ഉണ്ട്. ഇന്ന് പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ, നല്ല വെതറാണ്. നമ്മളിന്ന് കുറച്ച് സമയം കറണ്ട് ഉണ്ടായിരുന്നില്ല രാവിലെ. ഇപ്പോൾ സമയം വന്നിട്ട് 11:30ആയി. കാണിച്ചു തരാം. കാഴ്ച കളിക്കാന്ന് പറഞ്ഞിട്ട് ലാവനെ എല്ലാവരും പിടിച്ചിരുന്നുണ്ട്. പുറത്താണ് മഴ. ಮಾಡ್ತೀನಿ ಅದೇ ತಾನೇ ಮಾಡ್ಬೇಕು, ಯಾವಾಗ್ಲೂ ರೋ ಇರ್ಬೇಕು. ನನ್ನ ವ್ಲಾಗ್ಸ್ ರೋ ಅಂಡ್ ಅನ್ಫಿಲ್ಟರ್ಡ್, ರಾ ಅಂಡ್ ಅನ್ಫಿಲ್ಟರ್ಡ್, ರಾನೇ. ಟ್ಯಾಪಾ? ಓ, ನೀರಿಗಲ್ಲ. ಓ, ವೆರಿ ನೈಸ್. ಬಟ್ ಅದರಲ್ಲೆಲ್ಲ ಕಾಡು ಬೆಳೆದಿದೆ ಗುಂಡಿ, ಮೇಂಟೆನೆನ್ಸ್ ಇಲ್ಲ. ಹೌ ಓಲ್ಡ್ ಆರ್ ಯು? ಓ, ನನಗೆ ಬರಲ್ಲ. ಲಾವಣ್ಯ ಜೊತೆ ಸೇರ್ತಾವಲ್ಲ, ನಿನ್ ಡ್ಯೂಟಿ ಅದು. ಏಸು ಗುಂಡಿ ಫೌಲ್ ಎಲ್ದು ಕೊಡ್ತಿದ್ಯಲ್ಲ. ಗ್ರೀನ್ ಬ್ಲೂ ಇತ್ತಾ, ಯಾವ ಇದರ್ ಕಲರ್ ನೀನ್ ಹಾಕ್ಬೇಕಾದ್ರೆ ಏನ್ ಮಾಡ್ಬೇಕು ಅಂತಂದ್ರೆ ಇದರ್ ಬ್ಲೂ ಇರ್ಬೇಕು ಅಥವಾ ಈ ನಂಬರ್ ಇರ್ಬೇಕು. ಅರ್ಥ ಆಯ್ತಾ? ಈಗ ಲೆಟ್ಸ್ ಸೇ ಯು ಹ್ಯಾವ್ 9 ಹಿಯರ್. ಆಯ್ತಾ? ನೋಡಿ, ಇದು ಬ್ಲೂ 9, ಇದು ಬ್ಲೂ ಇಲ್ಲ, ಎಲ್ಲೋ 9 ಇದೆ, ಅದನ್ನ ಹಾಕ್ಬೋದು. ಆಯ್ತಾ? ಇಲ್ಲ, ನಿನ್ನದು ಎರಡೂ ಇಲ್ಲ. ಇದು ರೆಡ್ ಹಾಕಿದ್ರೆ ನಿನ್ನ ಹತ್ರ ಗ್ರೀನ್ ಯಾವ ಇಲ್ವೇ ಇಲ್ಲ ಇಲ್ಲಿ. ಹೌದಾ? ನಂಬರ್ ಇಲ್ಲ, ಈ ಗ್ರೀನ್ ಕಲರ್ ಇದನ್ನು ಇಲ್ಲ. ಅವಾಗ ಏನ್ ಮಾಡ್ಬೇಕು, ಇದೊಂದ್ ಸೈಡ್ ಇಟ್ಟಿರ್ತೀವಿ. ಅದನ್ನ ಅವಾಗ್ಲೇ ಬಿಡ್ಬೋದು. ಎನಿ ನಂಬರ್ ಇಸ್ ಓಕೆ. ಇದರ್ ಕಲರ್ ಆರ್ ನಂಬರ್. ಮತ್ತೆ ರಿವರ್ಸ್ ಎಲ್ಲ ಬರುತ್ತಲ್ಲ, ಅದನ್ನ ಹೇಳ್ತೀನಿ. ಇದು ಯೂಶಲ್ ಗೇಮ್, ಇದು ಬೇಸಿಕ್ ಗೇಮ್. ಯಾರು ಫಸ್ಟ್ ಖಾಲಿ ಮಾಡ್ಕೊಂತಾರೋ ಅವ್ರು ನಿನ್ನ ಹತ್ರ ಲಾಸ್ಟ್ 2 ಕಾರ್ಡ್ ಇದಾವಂತ. ಆಯ್ತಾ? ನೀನು ಈ ಕಾರ್ಡ್ ಒಂದು ಕಾರ್ಡ್ ಹಾಕ್ದಾಗ ಇದನ್ನ ಕಾರ್ಡ್ ಕೈಯಲ್ಲಿ ಇದ್ದಾಗನೆ ನೀನು ನೋ ಅನ್ಬೇಕು, ಜೋರ ಕೂಗ್ಬೇಕು. ಊನ ವಿನ್ನರ್ ಯಾರು? ಊನ ವಿನ್ನರ್ ಯಾರು? ഓ ഹലോ, ഊന വിന്നർ ನಾನು. ഞാൻ ജയിച്ചു, കളി അറിയാത്ത ഞാൻ ജയിച്ചു. സമയം 3 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഊനൊക്കെ കളിച്ച് അടിയായി, എല്ലാവരും പല വഴിക്കായി. എന്നിട്ട് എല്ലാവരും ഓരോ വഴിക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പണിങ്ങിയിട്ട്. വലിയ വഴക്കൊന്നുമല്ല കേട്ടോ, സാധാരണ അങ്ങനെയൊക്കെയാണ്. പിന്നെ എല്ലാവരും പോയി കുളിയൊക്കെ കഴിഞ്ഞു. ഞാനും കണ്ടു ആദ്യം റെഡിയായി കേട്ടോ. നാത്തൂൻ റെഡിയായി, മഹേഷ് റെഡിയായി, ലാവണ്യം സോനു കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ. അശ്വിൻ ജസ്റ്റ്
ഹസ്ബൻഡിൻ്റെ കുളി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ റെഡി ആയിട്ട് വേണം എല്ലാവർക്കും ഇറങ്ങാൻ വേണ്ടി. ഇന്ന് കാര്യമായിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, സ്നാക്സും അതൊക്കെ കഴിച്ചതേ ഉള്ളൂ. പക്ഷെ ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാവേ. ക്രോപ്പ് ടോപ്പും അതിനൊരു ട്രൗസേഴ്സാണ് കേട്ടോ ഞാൻ ഇന്ന് വെയർ ചെയ്യണേ. ಮತ್ತೆ ಸ್ನಾನ ಅಲ್ಲ ತಲೆ ಸ್ನಾನ ಮಾಡಿದ್ಯಾ? ಏ ಸೋನು ಇಸ್ ಲೇಟ್. ಇವತ್ತಿನ ಲಂಚ್ ಸೋನು, ಲಂಚ್ ಸ್ಪಾನ್ಸರ್ಡ್ ಬೈ ಸೋನು. ಅತ್ತರ್ ಅದೆರಡು ಡಿಗ್ರಿ ತೋರಿಸ್ತೀನಿ. Chicken mama. Oh, chicken phone. That's okay. When mama's phone waterproof ಇದೆ. നമ്മള് സംസമില് ഫുഡ് കഴിച്ചിട്ട് പാർക്കിങ്ങിലേക്ക് പോകണം കേട്ടോ. പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡിന്റെ സൈഡില്. ഭയങ്കര മഴ നനഞ്ഞുകൊണ്ടാണ്, മഴ നനഞ്ഞുകൊണ്ട് പോവാ നമ്മള്. ಟೀ ಕುಡ್ತೀನಿ ಅಂದ್ರಲ್ಲ ಫಸ್ಟ್ ಗುಂಡು ಹಾಲು ಕೇಳ್ರಿ, ಆಮೇಲೆ ಬೇರೆ ಹಾಲು ಕೇಳ್ರಿ ನೋಡ್ಕೊಂಡ್ ಬರೋ ಭಾಷೆ ഫിനിഷിംഗ് കൊട്ടിಬಿಟ್ಟಿದ್ದ ಅಂದ್ರೆ ತಗೊಂಡ್ಬಿಡ್ತೀನಿ. നമ്മള് സംസമിന്റെ അടുത്തുള്ള ഒരു ആർട്ട് ഗാലറിയിൽ വന്നിട്ടോ. ഈ ആർട്ട് ഗാലറി ಹೆಸರೇನು? ഭാവഗീതം എന്ന് പറഞ്ഞൊരു ആർട്ട് ഗാലറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് കുറച്ച് പെയിന്റിങ്സ് ഒക്കെ നാത്തുനും മഹേഷൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് പിന്നെ അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ വെറുതെ ടൈം പാസ് ചെയ്തു. ഇപ്പം സമയം 7 മണിയായി. നമ്മളിവിടുന്ന് ഇറങ്ങാണ്. നമ്മളിനി പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കട്ടെ. എനിക്കറിയില്ല എങ്ങോട്ടാ പോണേന്ന്. പക്ഷെ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോവാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ സംസമിന്റെ തൊട്ടടുത്താണ് കേട്ടോ. സംസമിന്റെ അടുത്ത് 1 മണിക്കൂർ ദൂരേ ഉള്ളൂ ഈ ഒരു ഭാവഗീതം എന്ന് പറഞ്ഞ ആർട്ട് ഗാലറിയിലേക്ക്. ഇത് ഏത് ഏരിയ ആണ്? ഇവര് ബിരിയാണി പാഴ്സൽ വാങ്ങിച്ചിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ A സ്ക്വയർ എന്ന് പറഞ്ഞൊരു ബിരിയാണി ഷോപ്പുണ്ട്. ഇത് ഏതാ സ്ഥലം? വെള്ളയമ്പലത്താണ് കേട്ടോ ഈ ഒരു ആർട്ട് ഗാലറി ഉള്ളത്. എന്റെ പുറകില് വെള്ളയമ്പലത്ത് മുത്തൂറ്റിന്റെ ഫ്രണ്ടിലായിട്ട്, അല്ലെങ്കിൽ TMC മൾട്ടി ബ്രാൻഡ് സർവീസ് കെയറിന്റെ ഓപ്പോസിറ്റ്. പിന്നെ അങ്ങനെയൊക്കെ അത് അർബൻ ലില്ലി ഇതിന്റെ വെള്ളയമ്പലത്താണ് കേട്ടോ ഈ ഒരു ഇതുള്ളത്. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടുന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് രാത്രിയിലേക്ക് പോയി. എനിക്ക് വിശക്കുന്നില്ല, പക്ഷെ ഇവര് പറഞ്ഞു രാത്രി ചിലപ്പം വിശന്നാലോ, നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് പാഴ്സൽ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മള് ഈ ഒരു സമയത്ത് ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് വന്നിട്ടോ. നമ്മൾ ഈ സ്പോട്ടിന്റെ അടുത്ത് വെറുതെ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ഈ ഒരു സമയത്ത് ഇതുപോലെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വീണ്ടും വന്നതാണേ. ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഇവിടെ. ഹലോ എല്ലാവർക്കും എൻ്റെ ട്രിവാൻഡ്രത്തെ 4ാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം സമയം 10 മണിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിലുള്ള അമൃതം കഫേയിൽ വന്നു കേട്ടോ. 4.6 റേറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. നോക്കട്ടെ. ಅಂತ ಹೇಳಿದ್ದೆ ತಾನೇ ನೀನು? ಹೇಳಿದೆ ಬೇಡ ಈಗ.
നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിട്ടോ. അമൃതം കഫേ എന്ന് പറഞ്ഞ ഈ ഹോട്ടല് എനിക്ക് തോന്നുന്നു ഇഡ്ഡലി ദോശയൊക്കെ ഞാൻ ഇവരോടും പറയാറുണ്ട്. അതായത് കർണാടകയിൽ ഇഡ്ഡലി അതുപോലെ തന്നെ ദോശ ഇവിടുത്തെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർക്ക് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പൂരിയൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവർ പൂരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും ദോശയും ഞാൻ വാങ്ങിക്കേണ്ടത് അവരുടെ അടുത്ത് പറഞ്ഞതാണ്, പക്ഷെ അവർ കേട്ടില്ല. രസം വട നല്ലതായിരുന്നു. പിന്നെന്തായിരുന്നു, തൈര് വട വാങ്ങിച്ചു. തൈര് വടയൊക്കെ ഭയങ്കര ഓയിലി, അതിനകത്ത് ഈ ഒരു നമ്മുടെ മിക്സ്ചർ പോലത്തെ സാധനം ഇട്ടിട്ട് ഭയങ്കര എണ്ണയായിരുന്നു. കുറച്ച് പ്രൈസിയാണ്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ സാധാരണ നമ്മൾ പോകുന്ന കടയ്ക്ക് നോൺ വെജ് ഹോട്ടൽസാണ്. അപ്പം ലാവണ്യൊക്കെ ഒരു പ്രീമിയം ഫീൽ കിട്ടാറേ ഇല്ല. കാരണം അവൾ അതിൽ എന്തെങ്കിലും ഒരു വെജ് നൂഡിൽസോ വെജ് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ്. പക്ഷെ അവൾക്കൊരു പ്രീമിയം ഫീൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാഫെ ചൂസ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റിന്. അവൾ ഓക്കെയാണ്, അവൾക്ക് സന്തോഷമായി. ഇനി നമ്മൾ പോകുന്നത് മ്യൂസിയത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. കുതിരമാളികയിൽ ഇവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ആ ഒരു ഏരിയയിലൊക്കെ ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോവാം. നമ്മൾ അവരെല്ലാവരെയും അവിടെ ഈസ്റ്റ് ഫോർട്ടിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പോകുന്നു സർവ കഫേ. സർവ കഫേയിൽ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരാളിരിപ്പുണ്ട്. ആ ഒരാളെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും. സസ്പെൻസ് ആയിരുന്നു എനിക്ക് രസമായിട്ട് തന്നിട്ടുണ്ടായി. ഈ സസ്പെൻസ് എല്ലാം പൊളിച്ചു. സസ്പെൻസ് സർപ്രൈസ് ആയിരുന്നു എല്ലാവർക്കും. ആ സർപ്രൈസ് കൺമണി പൊളിച്ചു. അപ്പൊ അവര് കുതിരമാളിക എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. നമ്മള് പെനിയാ ഓക്കെ. നമ്മള് പിന്നെ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഐഷുവിന്റെ അടുത്തേക്ക് പോവാണ് ഞാനിങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെത്തി തമ്പാനൂർ. ഇത് തമ്പാനൂർ വഴിയാണ് കേട്ടോ പോണേ. ഓൾ ഇന്ത്യ റേഡിയോന്റെ ഓപ്പോസിറ്റ് ആണ് ഈ കഫേ എന്ന് പറഞ്ഞു. വ്ളോഗാണോ? വ്ളോഗാണ്, പക്ഷെ പാട്ടുണ്ട്. അപ്പൊ ഇത് സൗണ്ട് വരില്ല. നന്നായി. സൗണ്ട് നമുക്ക് പുറത്ത് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു സർപ്രൈസ് നല്ല കണ്ണു സർപ്രൈസ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർപ്രൈസ് ഈ നിൽക്കുന്ന ആളാണ് ഐഷു. ഐഷുവിനെ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ കമൻസിലും എൻ്റെ എല്ലാ ലൈവിലും വരുന്ന ഐശ്വര്യ നമ്പ്യാർ ഇയാളാണ് കേട്ടോ. എന്നാ ഞങ്ങളുടെ വാ. അപ്പോൾ അവക്ക് ഐശ്വര്യ നമ്പ്യാർ, ഇവളുടെ പേജാണ് തനിഷി എന്ന് പറഞ്ഞ പേജ് കേട്ടോ. അപ്പം ഫോളോ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ തനിഷി ബൈ ഐശ്വര്യ എന്നുള്ള പേജ് എന്തായാലും ഫോളോ ചെയ്ത് അവളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ 1.5 വർഷമായിട്ട് ഞാൻ ഇവന്റെ ഫാനായിരുന്നു. അവരവരുടെ പേർച്ചേസ് ഒക്കെ തീർത്തിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടോ. അപ്പം നമ്മളെല്ലാവരും സർവേയിലുണ്ട്. ഫോട്ടോസൊക്കെ എടുത്തു. വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കും എല്ലാവരും. ഇവിടെ ഒരു കാര്യം കാണിച്ചു തരട്ടെ. കണ്ണു നോക്കി, കണ്ണു ബബിൾഗണ്ണോട് ബബിൾഗം നോക്ക്. ബബിൾഗം നോക്ക്. Just break it, no? Go pop it. Like this. Pop it. Pop. Go. നോക്കി ഇവിടെ. Pop it. നമ്മള് സർവ കഫേന്ന് അതായത് അതിന് തൊട്ടടുത്തുള്ള റൂറൽ ബീഡ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നു കേട്ടോ. ഇവിടെ കുറെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ആംഗ്ലറ്റ് ആണോ നോക്കണേ. ഇവിടെ കുറെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ. ഞാൻ ഇതുപോലത്തെ ഒരു കോലാപ്പൂരി ചെരുപ്പൊക്കെ വാങ്ങിച്ചു. മഹേഷും ലാവണ്യും എല്ലാവരും കുറെ ഐറ്റംസ് വാങ്ങിച്ചു. നമ്മള് സർവ കഫേ കഴിഞ്ഞിട്ട് ഐശ്വര്യോട് ബൈ ബൈ പറഞ്ഞു. എന്നിട്ട് നമ്മളിവിടെ അലിബാബ ആൻഡ് 41 ഡിഷസ് അവിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം 3:45. ബിരിയാണി എങ്ങനെ കഴിക്കാന്ന് വിചാരിക്കുന്നു. നമ്മള് ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ. ഇത് ഇന്നലത്തെ ഒരു വീഡിയോൻ്റെ ബാക്കിയാണ്. കാരണം ഇന്നലെ എനിക്ക് കാര്യമായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ കൊടുക്കുന്നത്. ഇന്ന്
തിങ്കളാഴ്ചയാണ്. നമ്മൾ ഇന്നിവിടുന്ന് ഈ വീട്ടിനോട് ബൈ ബൈ പറയാൻ കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേ ഇന്ന് അവസാനിക്കുകയാണ്. നല്ല വീടായിരുന്നു, പക്ഷെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ദൂരമുണ്ട്. ഇവിടുന്ന് സിറ്റിയിലേക്ക് ഒരു 40 മിനിറ്റിൻ്റെ ദൂരമുണ്ട്. 15 കിലോമീറ്റർ ആണെങ്കിലും റോഡൊക്കെ ചെറിയ റോഡാണ്. അപ്പം കുറച്ച് യാത്ര ചെയ്യാനുണ്ട് ഇവിടുന്ന് ടൗണിലേക്ക് പോകുമ്പം. ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ പേരൂർക്കട വഴിയൊക്കെ പോയി കുറച്ച് ഒരു 45 മിനിറ്റ് മിനിമം ട്രാവൽ ഉണ്ട്. ബാക്കി ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ നമുക്ക് എന്തായാലും സിറ്റിയിൽ കറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സിറ്റിക്ക് അടുത്തുള്ള ഏതെങ്കിലും സ്റ്റേ നോക്കാമെന്ന്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഒരു വീട് എന്നുള്ളൊരിത് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ ഒന്ന് ഓപ്റ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് കിട്ടി. പ്ലസ് ഇവിടുത്തെ സ്റ്റേയും കിച്ചണും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. ഇന്നലെ ഞങ്ങൾ ആലിബാബയിലാണ് ഫുഡ് കഴിച്ചത്. ആലിബാബയിലെ ബിരിയാണി നല്ലതായിരുന്നു, പക്ഷേ ഇവർ വേറെ കുറേ ഐറ്റംസ് മട്ടനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ആർക്കും. ഞാൻ ഒരു സീ ഫുഡ് ബിരിയാണി ഓർഡർ ചെയ്തു. സീ ഫുഡ് ബിരിയാണി ഓക്കെ. ഞാൻ ഒരു റേറ്റ് ചെയ്യണമെങ്കിൽ ഔട്ട് ഓഫ് 10 ഞാനൊരു 7 റേറ്റിംഗ് കൊടുക്കും ആലിബാബയ്ക്ക്. അതുപോലെ തന്നെ അമൃതം കാഫേയിലും അങ്ങനെ ഒരു ഔട്ട് ഓഫ് 10 റേറ്റിങ്ങിൽ നമുക്കൊരു 4 or 3 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നലത്തെ ഫുഡ് മൊത്തത്തിലെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലത്തെ ഫുഡാവട്ടെ, പിന്നെ അതിൻ്റെ മുന്നത്തെ രാത്രി ശനിയാഴ്ച രാത്രി A Square ബിരിയാണി ഔട്ട് ഓഫ് 10 0 ആണ് കേട്ടോ. 0 പറയാനേ ഇല്ല, ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇന്നലെ രാത്രി എന്നിട്ട് ഞങ്ങൾ ആലിബാബയിൽ ഫുഡ് കഴിച്ചിട്ട് ഇവർ വീണ്ടും ബുഹാരിയിൽ പോയിട്ട് മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ റൂമിൽ വന്നു. ഞങ്ങൾ ഇന്നലെ ഒരു 6 മണി ആകുമ്പോഴേക്കും റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് ആദ്യമായിട്ട് നമ്മളൊരു വെളിച്ചുള്ള സമയത്ത് റൂമിൽ വന്നു. പിന്നെ നമ്മൾ കുറേ സമയം കാർഡ്സൊക്കെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിശന്നപ്പം ഇവിടുന്ന് സൊമാറ്റോയിൽ KFC മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ ഒരു ഏരിയയിലേക്ക്. ലാസ്റ്റ് KFC ഓർഡർ ചെയ്തു. അതും ആ റൈസൊക്കെ ഭയങ്കര മോശമായിരുന്നു. റൈസൊക്കെ ഓർഡർ ചെയ്തു, പോപ്കോൺ റൈസൊക്കെ. ഒന്നും വിചാരിച്ചതുപോലെ ആയില്ല ഇന്നലത്തെ ഒരു ദിവസം ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്തു ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. ഇനി എല്ലാം പാക്ക് ചെയ്യണം. രാവിലെ 7 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റു. ഇന്നലെ രാത്രി ഞങ്ങളൊരു ഹൊറർ ഫിലിമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ, എല്ലാവരും കൂടിയിട്ട്. ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഒന്ന് ഫണ്ണായിട്ടൊന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത്. ബാക്കി ദിവസങ്ങളൊക്കെ നമ്മൾ കാറിലും പുറത്ത് ഷോപ്പിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. നമ്മൾ പുതിയ സ്റ്റേ വർക്കലയ്ക്ക് അടുത്ത് നമ്മളൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. അപ്പം പാക്കിംഗ് ഒക്കെ ചെയ്യട്ടെ പെട്ടെന്ന്. കുറേ ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ എല്ലാവരും എന്താ ചെയ്യുന്നത് നോക്കാം. ഹായ് കന്നു, വാട്ട് ആർ യു ഡൂയിങ്? ഇന്നലെ ഐശ്വര്യൻ്റെ ഒക്കെ എന്തൊക്കെയോ കൊടുത്തു, അപ്പോൾ അതിന് വെച്ചിട്ട് കളർ ചെയ്യാണ്. കണ്ണിന് മാല കാണിച്ച്. ഇന്നലെ നമ്മൾ റൂറൽ ബീറ്റ്സിൽ പോയപ്പം ഞാനൊരു കോലാപ്പുരി ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ കൺമണിക്ക് ഈ ഒരു മാലയും ആംഗ്ലെറ്റ് കാണിക്കൂ. ഈ ഒരു ആംഗ്ലെറ്റ് വാങ്ങിച്ചിട്ട് ഈ മാലയ്ക്കും ആംഗ്ലെറ്റിനും ഒരു സ്റ്റോറി പറയാനുണ്ട്. ഈ മാലയും ഈ ആംഗ്ലെറ്റൊക്കെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ ആ കുട്ടിയൊക്കെയാണ് പോവാം. അപ്പം പിന്നെ കണ്ണൂനൊരു പാവ വാങ്ങിച്ചില്ലേ കണ്ണു? ഒരു ഡോള് വാങ്ങിച്ചു. ഇത്രയാണ് നമ്മൾ റൂറൽ ബീറ്റ്സ് നിന്ന് വാങ്ങിച്ചത്. ബാക്കി ഇവർ എന്തൊക്കെയോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൺമണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ മാലയൊക്കെ. അങ്ങനെ അവളത് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യാം. പാക്ക് ചെയ്തിട്ട് കുളിച്ചിട്ട് ഇറങ്ങാം.